الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكون في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير صدق الله العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചങ്ങളഖിലം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ രഹസ്യവും പരസ്യവുമായ വ്യക്തിപരവും കുടുംബപരവുമായ സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വ ബോധം മാത്രമാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ മാർഗം. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കൾ കേവലം മാതാവും പിതാവും ആയാൽ പോരാ. അഥവാ ജീവശാസ്ത്രപരമായ ഒരു ദൗത്യം മാത്രമല്ല അവരിലുള്ളത്. അതിനുമപ്പുറത്ത് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾ പ്രബോധകന്മാരായി മാറേണ്ടതുണ്ട് എന്നതിലേക്കുള്ള ചില സൂചനകളാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ
ഈ ഭൂമിയെ ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും വെടിപ്പുള്ള അവസ്ഥയിലാണ് സംവിധാനിച്ചത്. അതിലെല്ലാം ഉൾപ്പെടും ഈ പ്രകൃതി, പരിസ്ഥിതി. അതേപോലെ തന്നെ നമുക്കാവശ്യമായ ഈ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങൾ, വായു, വെള്ളം, വെളിച്ചം എല്ലാം വിശുദ്ധമാണ്. ഇതേപോലെ ഈ ഭൂമിയിലെ സൃഷ്ടിജാലങ്ങളൊക്കെയും വിശുദ്ധമാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ലാ തുഫ്സിദു ഫിൽ അർദ് ബഅദ ഇസ്ലാഹിഹ. നിങ്ങളായിട്ട് ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്. ഈ ഭൂമിയെ നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ബഅദ ഇസ്ലാഹിഹ, അതിനെ സംസ്കരിച്ചതിന് ശേഷം, ശുദ്ധീകരിച്ചതിന് ശേഷം. ആരാ ശുദ്ധീകരിച്ചത്? അല്ലാഹു തആല. അപ്പൊ അല്ലാഹു വെടിപ്പാക്കിയ, അല്ലാഹു ശുദ്ധീകരിച്ച ഈ ഭൂമിയുടെ വിശുദ്ധി, ഈ ഭൂമിയിലെ സൃഷ്ടിജാലങ്ങളുടെ വിശുദ്ധി, അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, കളങ്കപ്പെടുത്തരുത് എന്ന് പടച്ച തമ്പുരാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ സംവിധാനങ്ങളുടെ കാര്യത്തിലുമാണ്. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല പഠിപ്പിക്കുന്നു: ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിലാണ് നാം മനുഷ്യനെ പടച്ചത്. മനുഷ്യൻ ഭൂമിയിൽ വന്നതിന് ശേഷം കുറെ കഴിഞ്ഞ് അവൻ സംസ്കാരമുള്ളവനായതല്ല. അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ ചരിത്രം പറയുന്ന ആളുകൾ പലപ്പോഴും പറയും, മനുഷ്യൻ ഒരു കാലത്ത് പ്രാകൃതനായിരുന്നു, അപരിഷ്കൃതനായിരുന്നു, അവൻ ഗുഹാവാസിയായിരുന്നു. ശരിയായിരിക്കാം. പക്ഷെ അവന്റെ മനസ്സ്, അവന്റെ സ്വഭാവം, സംസ്കാരം എന്നതൊക്കെ ഖുർആൻ പറയുന്നത് ആദ്യ മനുഷ്യൻ മുതൽക്ക് തന്നെ വിശുദ്ധമാണ് എന്നാണ്. അല്ലാതെ പിൽക്കാലത്ത് സൗകര്യങ്ങൾ കൂടിയപ്പോ, സമ്പത്ത് വർദ്ധിച്ചപ്പോ, ജീവിത പശ്ചാത്തലം അഭിവൃദ്ധിപ്പെട്ടപ്പോ മനുഷ്യൻ സംസ്കൃതനായി എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാം ഏറ്റവും വിശുദ്ധമായ പ്രകൃതത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് എന്ന് ഖുർആൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അല്ലാഹു തആല ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച ഏറ്റവും വിശുദ്ധമായ ഒരു പ്രകൃതമുണ്ട്. അത് നിങ്ങളായിട്ട് കളങ്കപ്പെടുത്തരുത് എന്നാണ് അല്ലാഹു തആല നമ്മെ ഉണർത്തുന്നത്. അപ്പൊ ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിലാണ് അല്ലാഹു മനുഷ്യനെ പഠിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിക്കുന്നുണ്ട് മറ്റൊരു ഭാഷയിൽ: കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ശുദ്ധപ്രകൃതത്തോടു കൂടിയാണ് ജനിച്ചത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ വ്യത്യസ്ത തലങ്ങളിൽ എത്തിപ്പെടുന്നത്? അയാൾ ജൂതനാണ്, മറ്റൊരാൾ ക്രിസ്ത്യാനിയാണ്, ഇനിയും ഒരാൾ അഗ്നി ആരാധകനാണ്. എങ്ങനെയാണ് അങ്ങനെയൊക്കെ ആയിത്തീർന്നത്? ഫഅബവാ, അവന്റെ മാതാപിതാക്കളാണ് അവനെ അങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്. അഥവാ അവന്റെ ജീവിത പരിസരം, ജീവിത പശ്ചാത്തലം, സാഹചര്യം പലപ്പോഴും അവനെ അങ്ങനെ ആക്കി തീർക്കുന്നു. അപ്പോഴും അല്ലാഹു മനുഷ്യനെ അങ്ങനെ വിടുകയല്ല. അവനെ ശുദ്ധീകരിക്കാൻ, സംസ്കരിക്കാൻ അവസരങ്ങൾ അല്ലാഹു തആല നൽകിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് കാണാം. അതിനാൽ നമ്മുടെ മക്കൾ ഏറ്റവും വിശുദ്ധമായ ജന്മങ്ങളാണ്. യാതൊരു കുഴപ്പമില്ല അവർക്ക്. ഒരുപക്ഷെ വാപ്പയിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചിരിക്കാം, പക്ഷെ ആ തെറ്റ് പോലും യഥാർത്ഥത്തിൽ മക്കളെ ബാധിക്കുകയില്ല. അവരേറ്റവും വിശുദ്ധമായ, നിഷ്കളങ്കമായ, നിഷ്കപടമായ, തെളിമയാർന്ന അവസ്ഥയിൽ തന്നെയാണ് ജന്മം കൊള്ളുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ജനിതകമായ സവിശേഷതകൾ മാതാപിതാക്കളുടേത് മക്കളിലും ഉണ്ടാകും. പക്ഷെ അതൊരിക്കലും അവരുടെ ധാർമ്മിക സദാചാര മേഖലകളെ സ്വാധീനിക്കുന്നതല്ല എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞുപോയ ചരിത്രം മുൻനിർത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആ ഇരുണ്ട യുഗം, ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് വളരെ തെളിമയാർന്ന മുത്തുകളെ, അമൂല്യമായ രത്നങ്ങളെ വീണ്ടെടുക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചുവെങ്കിൽ ഒരിക്കലും നമുക്ക് അത്തരം ഒരു അന്ധവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. അവൻ അങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ, അവന്റെ വാപ്പ അങ്ങനെയല്ലേ, അവന്റെ ഉമ്മ അങ്ങനെയല്ലേ.
അവന് തറവാടില്ലാത്തവനാണ്. ഇങ്ങനെയൊക്കെ അവൾ പറയാറില്ലേ? ഇതൊന്നും അല്ലാഹുവിന്റെ ദീനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയാൻ കൊള്ളാവുന്ന പ്രയോഗങ്ങളല്ല. മറിച്ച് ഒരാളുടെ മനസ്സിൽ വിശുദ്ധമായ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, ഒരാളുടെ അകത്ത് തെളിമയാർന്ന മനസ്സാക്ഷി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്ന ഹിദായത്ത് നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഒരാൾ തിന്മകളിലൂടെ വഴിദൂരം സ്വയം നഷ്ടപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിലും അയാൾക്ക് വീണ്ടും വിശുദ്ധമായ തൻ്റെ മനസ്സാക്ഷിയെ, പെറ്റുവീണ കുഞ്ഞിൻ്റെ വിശുദ്ധിയെ വീണ്ടെടുക്കാൻ കഴിയും. അതിനാണ് അല്ലാഹു തആല ഇബാദത്തുകൾ നിശ്ചയിച്ചത്. ഓരോ ഇബാദത്തിലൂടെയും മഹത്തായ വിശുദ്ധിയുടെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതും ആ ഉദ്ദേശത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അവൻ്റെ കുടുംബം ശരിയല്ല, തറവാട് ശരിയല്ല, അവൻ്റെ ഉമ്മയും വാപ്പയും അങ്ങനെയാണ്, അല്ലെങ്കിലും അവരങ്ങനെ തന്നെയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ അന്ധവിശ്വാസമാണ്. അതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ, നമ്മുടെ മക്കളെ സംസ്കരിക്കുന്ന കാര്യത്തിൽ ഒന്നാമതായി ഇത്തരത്തിലുള്ള മുൻധാരണകൾ നാം കളയണം. മക്കൾക്ക്, മാതാപിതാക്കൾക്ക് പോലും പലപ്പോഴും മക്കളെ സംസ്കരിക്കുന്നതിൽ ആത്മവിശ്വാസമില്ല. എന്താ കാരണം? ഞാൻ അങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, പിന്നെ എങ്ങനെ എൻ്റെ മക്കൾ നന്നാവാം? ഇങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഞാൻ പിഴച്ചു പോയിട്ടുണ്ട്, പിന്നെ എൻ്റെ മക്കൾ നന്നാവോ? ഇങ്ങനെ ആത്മവിശ്വാസമില്ലാത്ത മനസ്സോടെ മക്കളെ സമീപിച്ചാൽ ഒരിക്കലും അവർ നന്നാക്കിയെടുക്കാൻ കഴിയില്ല. നാം മനസ്സിലാക്കേണ്ടത്, ശില്പം കണ്ടിട്ടില്ലേ? എങ്ങനെയാ ഒരു ശില്പം രൂപപ്പെടുന്നത്? ശില്പിയാണോ യഥാർത്ഥത്തിൽ ശില്പത്തെ ഉണ്ടാക്കുന്നത്? ശില്പി എന്താ ചെയ്യുന്നത്? അല്ല. ശില്പി ചെയ്യുന്നത് ഒരു ശിലയിലെ, ഒരു കല്ലിലെ ശില്പമല്ലാത്ത ഭാഗങ്ങളെ നീക്കിക്കളയുക എന്ന പണിയാണ്. ശില്പമല്ലാത്ത ഭാഗങ്ങൾ അയാൾ തൻ്റെ ഉളി കൊണ്ട് കൊത്തിയെടുത്ത് കളയും. അപ്പോൾ ശില്പം രൂപം കൊള്ളും. അപ്പൊ യഥാർത്ഥത്തിൽ സുന്ദരമായ ശില്പം ആ ശിലയുടെ അകത്ത്, ആ കല്ലിൻ്റെ അകത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ആ കല്ലിൻ്റെ അകത്ത് നേരത്തെ തന്നെ സുന്ദരമായ ഒരു ശില്പമുണ്ട്. ശില്പി ശില്പമല്ലാത്ത ഭാഗങ്ങൾ കൊത്തിയെടുത്ത് കളയാണ്. അപ്പോൾ ആ കല്ലിനകത്തുള്ള ശില്പം തെളിമയാർന്ന സുന്ദരമായ അവസ്ഥയിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. വിത്തിനകത്ത് നേരത്തെ തന്നെ വിളയുണ്ട്. ആ വിത്ത് തീർച്ചയായിട്ടും വിളവ് നൽകും. പക്ഷെ ആ വിത്തിൽ നിന്നുള്ള വിള, അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ വിളവ് നൽകണമെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ള കളകളെ നാം പറിച്ചു കളയണം. ഇത് മാത്രമാണ് കർഷകന് ചെയ്യാനുള്ളത്. വിത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്, അത് വിത്ത് ഗുണം 10 ഗുണം നൽകുന്നത് യഥാർത്ഥത്തിൽ സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ ഇടപെടൽ മൂലമാണ്. നമുക്ക് ചെയ്യാനുള്ളത് സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് മാത്രമാണ്. ശില്പി ചെയ്യുന്നത് പോലെ, ശില്പമല്ലാത്ത ആ കല്ലിൻ്റെ ഭാഗങ്ങൾ കൊത്തി എടുത്തു കളയുന്ന പോലെ, കർഷകൻ തൻ്റെ വിളവിൻ്റെ പരിസരത്തുള്ള കളകൾ പറിച്ചു മാറ്റുന്നത് പോലെ, നമ്മുടെ മക്കളാകുന്ന വിത്തിന്, മക്കളാകുന്ന ശില്പങ്ങൾക്ക് അവയുടെ പരിസരത്തെ ശുദ്ധീകരിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കി സൃഷ്ടാവായ അല്ലാഹുവാണ് നിർവഹിക്കേണ്ടത്. ഇത്രയും നമുക്ക് ചെയ്യാൻ കഴിയില്ലേ? അതൊരു കർഷകന്റെ ആത്മാർത്ഥതയാണ്. വിളവിന് ചുറ്റുമുള്ള കളകൾ പറിച്ചു കളയുക എന്നത് കർഷകൻ തൻ്റെ കൃഷിയോട് ചെയ്യുന്ന ആത്മാർത്ഥതയാണ്. ഇതേപോലെ ഒരു ശില്പിയുടെ തൻ്റെ തൊഴിലിലുള്ള ആത്മാർത്ഥതയാണ് ശില്പമല്ലാത്ത ഭാഗങ്ങളെ നീക്കിക്കളയുക എന്നത്. ഇത് തന്നെയാണ് മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ നിർവഹിക്കേണ്ടത്. അഥവാ അവരിലുള്ള വിശുദ്ധമായ പ്രകൃതത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ അവരിൽ സംവിധാനിച്ചു വെച്ചിട്ടുള്ള വിശുദ്ധമായ പ്രകൃതത്തെ കളങ്കപ്പെടുത്താതിരിക്കുക. അത് അതിൻ്റെ തെളിമയോടെ, അതിൻ്റെ തനിമയോടെ അവരിൽ വളരട്ടെ, അവരിൽ നിലനിൽക്കട്ടെ എന്നതിന് അനുവദിക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇങ്ങനെ കർഷകരും ശില്പികളുമായി മാറുവാൻ മാതാപിതാക്കൾ സന്നദ്ധമാവുക എന്നതാണ് പ്രധാനം. പക്ഷെ നാം പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളിലെ ബാഹ്യമായ അവസ്ഥയെ മാത്രം രൂപപ്പെടുത്തിയെടുക്കാനാണ്. ഒരു ശില്പം കണ്ടു നിൽക്കാൻ സുന്ദരമാണ്,
പക്ഷെ ആ ശില്പം രൂപപ്പെടുന്നതിൻ്റെ പിന്നിലെ അധ്വാനത്തെ പലപ്പോഴും നാം വിലമതിക്കുന്നില്ല. വളരെ സുന്ദരമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നാം കടന്നു പോകും. പക്ഷെ ആ ശില്പത്തിൻ്റെ പിന്നിലെ അധ്വാനത്തെ, അതിൻ്റെ പിന്നിലെ ശില്പിയെ കണ്ടെത്തുവാൻ പലപ്പോഴും നാം ശ്രമിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ, ഈ ശില്പത്തിന് എന്ത് വില കിട്ടും, ഇതിനെ എങ്ങനെ വിൽപ്പന ചരക്കാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് പലപ്പോഴും നാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മക്കളുടെ വിഷയത്തിൽ പോലും ഈ കച്ചവട കണ്ണല്ലേ നമുക്കുള്ളത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. സ്വന്തം മക്കളുടെ വിഷയത്തിൽ പെറ്റ് വീഴുമ്പോൾ തന്നെ ലേബർ റൂമിൽ നിന്ന് വിവരം കിട്ടുമ്പോൾ ആണോ പെണ്ണോ എന്നറിയുന്നിടത്ത് നിന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ കച്ചവട മനസ്സ്. ലാഭമോ നഷ്ടമോ, വരവോ പോക്കോ, അപ്പൊ തന്നെ തീരുമാനിക്കാം എത്ര കിട്ടും, ആണാണോ പെണ്ണാണോ. അവിടെ വെച്ച് തുടങ്ങുകയാണ് നമ്മുടെ കച്ചവട മനസ്സ്. പിന്നെ എങ്ങനെയാണ് ഈ മക്കളിലെ വിശുദ്ധി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയാം? സാധിക്കോ? സാധ്യമല്ല. നമ്മിൽ ബുദ്ധിയും മസ്തിഷ്കവുമുണ്ട്. ഇത് മനുഷ്യന്റെ ഒരു വശമാണ്, ബുദ്ധിയും മസ്തിഷ്കവും. മറ്റൊരു വശം എന്ന് പറയുന്നത് ഹൃദയവും മനസ്സുമാണ്. ഹൃദയവും മനസ്സും. മസ്തിഷ്കവും ബുദ്ധിയും ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കും, കണക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും. അക്കങ്ങളുടെ, സംഖ്യയുടെ പിന്നാലെയാണ് നമ്മുടെ ബുദ്ധി എപ്പോഴും പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് കിട്ടും, എത്ര ലാഭം, എത്ര നഷ്ടം, ഇത് മാത്രമാണ് നമ്മുടെ ബുദ്ധിയും മസ്തിഷ്കവും ആലോചിച്ചുകൊണ്ടിരിക്കുക. അതേസമയം മനസ്സ്, ഹൃദയം, മനസ്സാക്ഷി എന്നൊന്നുണ്ടല്ലോ, അത് വൈകാരികതയുമായി ബന്ധപ്പെട്ടതാണ്, അനുഭൂതികളുമായി ബന്ധപ്പെട്ടതാണ്, സൃഷ്ടാവിനോടുള്ള ധാർമ്മികമായ കടപ്പാടുകളുമായി ബന്ധപ്പെട്ടതാണ്. അതൊരിക്കലും അക്കങ്ങളുടെ പിന്നാലെയല്ല പോവുക, അത് അക്ഷരങ്ങളുടെ, ചിന്തയുടെ, കാഴ്ചപ്പാടുകളുടെ പിന്നാലെയാണ് നമ്മുടെ മനസ്സും മനസ്സാക്ഷിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ബുദ്ധി അക്കങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കും. ആലോചിച്ച് നോക്കൂ, പെറ്റ് വീണപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു, വരവാണോ ചെലവാണോ, എത്ര സ്ത്രീധനം കിട്ടും, അല്ലെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും. കൊടുക്കേണ്ടി വരുമെങ്കിൽ ആ ക്യാഷ് സമ്പാദിക്കുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കൃത്രിമങ്ങൾ കാണിക്കേണ്ടി വരും. അപ്പൊ തന്നെ കണക്ക് കൂട്ടാണ്. കച്ചവടം ഇങ്ങനെ പോയാൽ മതിയോ? പോരാ, കൃത്രിമങ്ങൾ കാണിച്ചേ പറ്റൂ, എങ്കിലേ അത്ര കൊടുക്കാൻ പറ്റുള്ളൂ. നേട്ടമാണെങ്കിൽ അത് എങ്ങനെ മാർക്കറ്റിൽ പരമാവധി മൂല്യമുള്ളതാക്കി മാറ്റാം, അതിനു വേണ്ടിയിട്ട് എൻ്റെ സന്താനമാകുന്ന ഈ ചരക്കിനെ എങ്ങനെ ഞാൻ ഉപയോഗപ്പെടുത്തണം. ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള കുറേ ബന്ധനങ്ങളാണ്. നമ്മളൊക്കെ അതിന് അകപ്പെട്ടു പോയിരിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, പറയാതിരുന്നിട്ടും കാര്യമില്ല. മക്കൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങാണ്. അവന് ഭൗതിക വിദ്യാഭ്യാസം നൽകണം. ഭൗതിക വിദ്യാഭ്യാസം നൽകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫീസ് കൊടുക്കണം. ഫീസ് കൊടുത്താൽ പോരാ, ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും മൂല്യമുള്ള, പണം കൊയ്തെടുക്കാൻ കഴിയും വിധത്തിൽ എൻ്റെ മകനെ, എൻ്റെ മകളെ വളർത്തിയെടുക്കണമെങ്കിൽ ഡൊണേഷൻ കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം, അതിന് ലോൺ എടുക്കണം. അതെവിടെ നിന്ന് കിട്ടും? ഇതിനെത്ര പലിശ വരും? ഇത്ര ലോൺ എടുത്തിട്ട് എൻ്റെ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചാൽ, അവൻ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവനിൽ നിന്ന് എന്ത് കിട്ടും? അത് തിരിച്ചടക്കാൻ അവന് കഴിയും? അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അധ്വാനത്തിലൂടെ എന്ത് ലാഭം നേടാൻ കഴിയും? ഇതൊക്കെ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ, ബുദ്ധിയുടെ പ്രവർത്തന ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. അവനെപ്പോൾ ജോലി കിട്ടും, എപ്പോൾ അവൻ പെർമനൻ്റ് ആവും, എപ്പോഴാണ് പ്രമോഷൻ നേടാൻ കഴിയുക? ഇങ്ങനെയാണ് മാതാപിതാക്കൾ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. കുട്ടിയോ, ബുദ്ധി മാത്രം വികസിച്ച കുട്ടി സ്വാഭാവികമായും അക്കങ്ങളുടെ പിന്നാലെ തന്നെ സഞ്ചരിക്കും. എനിക്ക് ഇത്ര ശമ്പളം കിട്ടുന്നു, ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഇത്ര ശമ്പളം കിട്ടുന്നു എങ്കിൽ അത് ഞാൻ എങ്ങനെ പരിപോഷിപ്പിക്കണം, എങ്ങനെ സംരക്ഷിക്കണം? എനിക്കൊരു പ്രയോജനവുമില്ലാത്ത ഈ വൃദ്ധ മാതാപിതാക്കളെ ഞാനിനി സംരക്ഷിക്കേണ്ടതുണ്ടോ? എൻ്റെ വീട്ടിൽ അവർക്ക് ഇടം കൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കത് നഷ്ടമല്ലേ? എൻ്റെ വീടിൻ്റെ അത്രയും ഭാഗത്ത് എനിക്ക് ആർക്കെങ്കിലും ഒരു പേയിങ് ഗസ്റ്റിന് കൊടുത്താൽ അത്രയും കാശ് കിട്ടില്ലേ? അതിലും ലാഭം അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് മാസാമാസം കാശ് കൊടുക്കുന്നതല്ലേ? അവൻ്റെ ബുദ്ധിയും പ്രവർത്തിക്കുകയാണ്, വെറുതെ നിൽക്കുകയല്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ മക്കളുടെ ബുദ്ധിക്ക് മാത്രം വികാസം ലഭിക്കുമ്പോൾ
സ്വാഭാവികമായും അത്തരം ചിന്തകളാണ് വളർന്നു വരുന്നത്. അതിന്റെ മറുവശമാണ് നമ്മുടെ മക്കളുടെ മനസ്സും മനസാക്ഷിയും, അവരുടെ ഹൃദയവികാരങ്ങളും വികസിക്കേണ്ടതുണ്ട്. അതിനെന്ത് കൊടുക്കും? എങ്ങനെയാണ് അത് വികസിപ്പിക്കാൻ കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. അതദ്റൂന മൽ മുഫ്ലിസ്? നിങ്ങൾക്കറിയാമോ പാപ്പരായവൻ ആരാണ്? നമ്മിലുള്ളതുപോലെ തന്നെ അവരിലുമുണ്ട്. എന്ത്? ബുദ്ധിയുമുണ്ട്, മനസാക്ഷിയുമുണ്ട്. ആരാണ് പാപ്പരായവൻ എന്ന് ചോദിച്ചപ്പോ അവരുടെ ബുദ്ധി പ്രവർത്തിച്ചു. അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹം വലാ മത്താ. ഞങ്ങളുടെ കൂട്ടത്തിലെ പാപ്പരായവൻ യാതൊരു കാശിനും വകയില്ലാത്തവനാണ്, സമ്പത്ത് കൈവശമില്ലാത്തവനാണ് ഞങ്ങളിലെ പാപ്പരായവൻ. ഇത് ബുദ്ധിയുടെ മറുപടിയാണ്. കയ്യിൽ കാശില്ലാത്തവൻ പാപ്പരായവൻ, അവനാരും വകവെക്കുകയില്ല. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസാക്ഷിയുടെ, ധാർമ്മികതയുടെ, സദാചാരത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വിശദീകരണം നൽകുന്നു. അൽ മുഫ്ലിസു ഫീനാ, നമ്മിലെ പാപ്പരായവൻ നിങ്ങളെ പറഞ്ഞവനല്ല. അൽ മുഫ്ലിസു ഫീനാ, ആരാണ് നമ്മിൽപ്പെട്ട പാപ്പരായവൻ? അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസക്കാ. നമസ്കാരവും സക്കാത്തും നോമ്പുമൊക്കെയായിട്ട് നാളെ പരലോകത്ത് ഹാജരാകുന്ന ഒരാളാണ് എൻ്റെ സമുദായത്തിലെ മുഫ്ലിസ്. ഒരുപാട് ഇബാദത്തുകൾ അനുഷ്ഠിച്ചവനാണ്. പക്ഷെ അവൻ്റെ ഇബാദത്തുകളൊക്കെയും അവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം ഖദ് ശതമ ഹാദാ വളറബ ഹാദാ വസരിഖ മാല ഹാദാ, അവൻ ഇന്നാലിന്ന ആളെ ചീത്ത പറഞ്ഞിരിക്കുന്നു, അഭിമാനം ക്ഷതപ്പെടുത്തിയിരിക്കുന്നു, ഇന്നവന്റെ മേൽ അവൻ കൈവച്ചിരിക്കുന്നു, അവനെ അടിച്ചിരിക്കുന്നു, ഇന്നയാളുടെ സമ്പത്ത് അവൻ അന്യായമായിട്ട് കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ റസൂലുള്ളാഹി അങ്ങ് പറയാം. അപ്പൊ അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങളുടെ ഭാണ്ഡവുമായിട്ട് പരലോകത്ത് ഹാജരാകുന്ന തൻ്റെ സമുദായത്തിലെ മനുഷ്യൻ, അയാളുടെ സൽക്കർമ്മങ്ങളൊക്കെയും അയാൾ ആരൊക്കെയാണോ ഉപദ്രവിച്ചത് അവർക്കൊക്കെ വീതം വെച്ച് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് എല്ലാം തീർന്നു പോകും. അങ്ങനെ അവരുടെ തലയിൽ ഉണ്ടായിരുന്ന ഭാണ്ഡങ്ങൾ, ആ തിന്മകളാകുന്ന ഭാണ്ഡങ്ങൾ ഇയാളുടെ തലയിൽ കെട്ടിവെക്കപ്പെടുമത്രേ. ഇയാളാണ് യഥാർത്ഥ മുഫ്ലിസ്, പാപ്പരായവൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ കേവലം ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടിയിട്ട് ഭൗതികമായി സമ്പാദിച്ചു കൂട്ടിയാൽ അത് നാളെ പരലോകത്ത് തിന്മയുടെ ഭാണ്ഡമായിട്ട് മാറും. അതേ സമയത്ത് ധാർമ്മികതയ്ക്ക്, സദാചാരത്തിന്, ജീവിത വിശുദ്ധിക്ക്, നീതിക്ക്, സത്യത്തിന്, ധർമ്മത്തിന് വില കൽപ്പിക്കുന്ന അവസ്ഥയിലാണ് നാം ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതെങ്കിൽ അത് മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് പ്രയോജനപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഏറെ പ്രാധാന്യപൂർവ്വം നാം ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. ബുദ്ധിപരമായ വികാസം, ഭൗതികമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ തീർച്ചയായും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്, അത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സും മനസ്സാക്ഷിയും ഹൃദയവികാരങ്ങളും വിശ്വാസവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിത വീക്ഷണവും ഒരു വൈജ്ഞാനിക മേഖലയും ഒരു വിദ്യാഭ്യാസ സംസ്കാരവും വളർന്നു വന്നാൽ മാത്രമാണ് നമ്മുടെ മക്കളെ നമുക്ക് നല്ലവരാക്കി വളർത്താൻ കഴിയുള്ളൂ. ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് നാം ഉൾക്കൊള്ളേണ്ട വസ്തുതയാണ്. ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ്? അതിൻ്റെ തുടക്കം തീർച്ചയായും അല്ലാഹുവിൽ നിന്ന് തന്നെ ആയിരിക്കണം. അല്ലാഹുവിൽ നിന്ന് തന്നെ ആയിരിക്കണം സകല വിദ്യാഭ്യാസങ്ങളുടെയും തുടക്കം. ആ ഒരു കാഴ്ചപ്പാട് അവരുടെ അകത്തുണ്ടെങ്കിൽ അവരെ ഏത് മേഖലയിലേക്ക് നമുക്ക് തുറന്നുവിടാം. അല്ലാഹുവെ കുറിച്ച് അറിവ് മാത്രമല്ല അവർക്ക് നൽകേണ്ടത്. അല്ലാഹു ഉണ്ട് എന്നത് ഒരു അറിവാണ്, പക്ഷേ അതിനെ അനുഭവമാക്കി മാറ്റാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ പഞ്ചസാരയെക്കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുക. ആ സകല ഗ്രന്ഥങ്ങളും ഒരാൾ വായിച്ചു. എത്ര തന്നെ വായിച്ചാലും അയാൾക്ക് പഞ്ചസാരയെ അനുഭവിക്കാൻ കഴിയുമോ? സാധ്യമല്ല. അയാൾക്ക് മധുരം ആസ്വദിക്കാൻ സാധ്യമല്ല, എത്ര തന്നെ വായിച്ചാലും. ആ പഞ്ചസാരയുടെ അല്ലെങ്കിൽ കരിമ്പ്
കൃഷിയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ കരിമ്പ് എന്ന സസ്യത്തെക്കുറിച്ച്, പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെക്കുറിച്ച്, അതിൻ്റെ ശാസ്ത്രീയമായ സംവിധാനങ്ങളെക്കുറിച്ച് എത്ര തന്നെ ഒരാൾ പഠിച്ചാലും അയാൾക്ക് മധുരം എന്ന ആ ഗുണം ആസ്വദിക്കാൻ സാധ്യമല്ല. അതിന് ഒരു നുള്ള് പഞ്ചസാര എടുത്ത് നാവിൽ വെച്ചേ മതിയാവും. അത് അനുഭവമാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് അറിവ് രൂപപ്പെടേണ്ടത്. കേവലമായ അക്കാഡമിക് തലത്തിലുള്ള അറിവുകൾ ഒരിക്കലും ഈ പറഞ്ഞ ഹൃദയബന്ധമുള്ളതാക്കി മാറ്റാൻ സാധ്യമല്ല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന് നീ അറിയുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് അറിവാണ്. പക്ഷെ ആ അറിവിനും അപ്പുറത്തേക്ക് അനുഭവമാക്കി മാറ്റുവാൻ, ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവെ അറിയാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് അത് അനുഭവജ്ഞാനമായിട്ട് ജീവിതത്തിൽ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നത് എപ്പോഴും നാം അറിയേണ്ടതുണ്ട്. അപ്പോഴേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് കേവലം ഒരു അറിവായിട്ട് മാറി നിൽക്കും. നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും അതുതന്നെയാണ്. ഓർക്കുന്നില്ലേ ആ പാൽക്കാരി പെൺകുട്ടിയെ, ആ ഇടയ ബാലനെ? പലപ്പോഴും നാം കേൾക്കാറുള്ളതാണ്. നേരം പുലരുമ്പോൾ മാതാവ് പാൽക്കാരി പെൺകുട്ടിയെ വിളിച്ചുണർത്തി കറന്നുവെച്ച പാലിൽ വെള്ളം ചേർക്കാൻ പറയുന്നു. എന്നിട്ട് അത് അങ്ങാടിയിൽ കടയിൽ കൊണ്ടുപോയി വിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ടല്ലോ, ഉമ്മ, ഭരണാധികാരിയായ ഉമർ പാലിൽ വെള്ളം ചേർക്കുന്നവരെ ശിക്ഷിക്കുമെന്ന് ഉത്തരവിറക്കിയിട്ടുണ്ടല്ലോ, അതിനാൽ ഞാനങ്ങനെ ചെയ്യില്ല. മോളെ, അതിന് ഉമർ ഇത് വല്ലതും കാണുമോ? അദ്ദേഹം തൻ്റെ വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാണ്. നീ വേഗം പറഞ്ഞ പണി ചെയ്യും. വീണ്ടും ആ മകളിലെ അനുഭവജ്ഞാനം പുറത്തു വരികയാണ്. ഉമ്മ, ഉമർ കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യില്ല. മകള് വീണ്ടും പറയാണ്. ഇതാണ് അറിവിനെ അനുഭവമാക്കി മാറ്റുക എന്ന് പറയുന്നത്. ഇത് തന്നെയായിരുന്നു ഇടയ ബാലന്റെ കഥയും. ആട്ടിൻ പറ്റങ്ങളുമായിട്ട് ഇങ്ങനെ മേച്ച് നടക്കുമ്പോൾ ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു ഇടയ ബാലനെ പരീക്ഷിക്കുകയാണ്. മോനെ, ഒരെണ്ണത്തെ എനിക്ക് തരൂ, ഞാൻ കാശ് തരാം. ഏയ്, യജമാനനോട് ചോദിക്കാതെ എനിക്കത് ചെയ്യാൻ സാധ്യമല്ല. അതിന് യജമാനൻ കാണുന്നുണ്ടോ? ഒരെണ്ണത്തെ എനിക്ക് തരൂ, അതിനെ ചെന്നായെ പിടിച്ചതാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ല, യജമാനൻ കാണുന്നില്ലെങ്കിലും സാക്ഷാൽ യജമാനൻ അത് കാണുന്നുണ്ട്. കേവലം ഗ്രാമീണനായ ഒരു ഇടയബാലന്റെ മനസ്സിൽ ഇത്ര ശക്തമായിട്ട് അല്ലാഹു എന്ന വികാരം സന്നിവേശിപ്പിക്കുവാൻ ആ കാലഘട്ടത്തിലെ നേതാവിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് സാധിച്ചുവെങ്കിൽ നാം ഓർത്തു നോക്കാം. മദ്രസകളിലൂടെയൊക്കെ നാം പഠിപ്പിച്ചിട്ടും എന്തേ നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് വേണ്ടത്ര അതങ്ങ് കടന്നു ചെല്ലാത്തത്? ഒരവസരം കിട്ടുമ്പോൾ അവരുടെ കയ്യിൽ റിമോട്ടിന്റെ ബട്ടൺ എങ്ങോട്ടൊക്കെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ച് നമുക്ക് പുറത്തു പോകാൻ കഴിയുമോ? സാധിക്കുമോ? നമ്മുടെ നെഞ്ചകം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ മക്കൾ ആരാണ്, എന്താണെന്ന് എനിക്കറിയാം എന്ന് നമ്മൾ അവകാശവാദം ഉന്നയിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ആ വിധത്തിൽ അവരെക്കുറിച്ച് നമുക്ക് വിശ്വാസമുണ്ടോ? കഴിയുമോ? ഇവിടെയാണ് നമ്മുടെ അറിവ് അനുഭവമായിട്ട് വളരേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അല്ലാമ ഇഖ്ബാൽ എന്ന ഇസ്ലാമിന്റെ ദാർശനിക കവി ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെടുന്ന ആ സന്ദർഭം വർണ്ണിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബുദ്ധിയും മനസാക്ഷിയും തമ്മിൽ നടത്തുന്ന ഒരു സംവാദത്തെക്കുറിച്ച് പറയുന്നു. ഒരു വലിയ സംവാദം നടക്കുകയാണ് ആ മനസ്സിനകത്ത്. ബുദ്ധി പറയുന്നു, തീക്കുണ്ടം അതികഠിനമാണ്, ഒരാൾക്കും അടുക്കാൻ കഴിയാത്ത വിധം കത്തിയാടുന്നതാണ്. ഇബ്രാഹിം, നീ അതിലേക്ക് എടുത്തെറിയപ്പെട്ട് അതിൽ ചെന്ന് പതിച്ചാൽ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകും. അതുകൊണ്ട് അല്പം വിട്ടുവീഴ്ച നല്ലതാണ്. ഭരണാധികാരിയോട് ഒരു മാപ്പ് ചോദിച്ചുകൂടെ? ജസ്റ്റ് ഒരു സോറി പറഞ്ഞുകൂടെ? ബുദ്ധി ഉപദേശിക്കാൻ. അതേ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഹൃദയം, മനസാക്ഷി അതേ സമയത്ത് തന്നെ ഓർമ്മപ്പെടുത്തുന്നു, ഇബ്രാഹിം, നീ അള്ളാഹുവെ സ്നേഹിക്കുന്നവനാണ്, നീ അള്ളാഹുവിന്റെ ഖലീലാണ്,
ആ സ്നേഹത്തിനായി നീ സ്നേഹിക്കുന്ന എല്ലാറ്റിനെയും ബലിയർപ്പിക്കാൻ സന്നദ്ധനാകൂ ഇബ്രാഹിം. ഒരു കടുത്ത സംവാദം, വടംവലി. അവിടെ മനസ്സാക്ഷി വിജയം വരിക്കുന്നു. ഇബ്രാഹിമിന്റെ പ്രായോഗിക ബുദ്ധി പരാജയപ്പെടുന്നു. അങ്ങനെയാണ് യാനാറു കൂനി ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം എന്ന ഉത്തരവുണ്ടായത്. ആ വെളിയാളം കത്തിയാളുന്ന അഗ്നി ഏറ്റുവാങ്ങിയിട്ട് ശീതള ഛായയായിട്ട് മാറിയത്. ഇങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അതിനാൽ വിശ്വാസത്തിന്റെ അടിത്തറയില്ലാത്ത കേവലമായ പ്രായോഗിക ബുദ്ധി മക്കൾക്ക് ഇട്ടുകൊടുത്താൽ അന്തിമമായിട്ട് അത് ഈ തീക്കുണ്ടം തന്നെ ഏറ്റുവാങ്ങും. അതാണ് അന്തിമമായിട്ട് സംഭവിക്കാനിരിക്കുന്നത്. ഇത് വളരെ ബോധപൂർവം നാം ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മക്കളുടെ ഭാഗത്ത് നിരന്തരം ചോദ്യങ്ങൾ ഉണ്ടാവാറില്ലേ? ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ, ചിലപ്പോൾ അതിരുവിടുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന ചോദ്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും. ഉമ്മ, വാപ്പ, അല്ലാഹു എവിടെയുള്ളത്? എനിക്കൊന്ന് കാണേണ്ടിയിരുന്നു. നിഷ്കളങ്കമായ ചോദ്യം. ആഹാ, ചോദിച്ച് നീ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ നമ്മൾ മക്കളെ അടിച്ചിരുത്തി കളയും. ഇതാണ് പൊതുവെ നമ്മുടെ പ്രകൃതം. മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോൾ മറികടക്കാനുള്ള വഴി ഇത്തരത്തിലുള്ള താക്കീതുകളായിരിക്കും. മറുപടി നൽകേണ്ടതില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവോട് ചോദിച്ചല്ലോ, കൈഫ തുഹയിൽ മൗത്ത. അള്ളാഹുവിന്റെ ദൂതനായ ഇബ്രാഹിം അലൈഹിസ്സലാം പടച്ച തമ്പുരാനോട് ചോദിച്ചു, പടച്ചവനെ നീ എങ്ങനെയാണ് മരിച്ചതിനെ ജീവിപ്പിക്കുക? അള്ളാഹു തിരിച്ചു ചോദിച്ചു, അവലം തുഅ്മിൻ, അല്ല ഇബ്രാഹിം നീ വിശ്വസിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മറുപടി, പടച്ചോനെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, എൻ്റെ മനസ്സിനൊരു സമാധാനം, ഒരു തുമഅനീനത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് റബ്ബേ എന്ന് തിരിച്ചു പറയുന്നില്ലേ? ഇതേപോലെ മക്കളിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളെ തട്ടിക്കളയുന്നതിന് പകരം ഏറ്റുവാങ്ങിയിട്ട് വളരെ കൃത്യമായി അവർക്ക് മറുപടി നൽകിക്കൂടെ? മറുപടി നൽകാൻ കഴിയണം. അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മറുപടി കൊടുത്തു. എങ്ങനെ മരിച്ചതിനെ ജീവിപ്പിക്കും? ഒരു പക്ഷിയെ നിമിത്തമാക്കിക്കൊണ്ട് അള്ളാഹു തആല മറുപടി നൽകി. ഇതേപോലെ നമ്മുടെ മക്കൾക്ക് എവിടെയാണ് അള്ളാഹു? എന്നോടൊപ്പം അള്ളാഹു ഉണ്ടോ? കാണിച്ചു തരും. നല്ലൊരു അവസരമല്ലേ അത്? അള്ളാഹുവെ അനുഭവിപ്പിക്കുവാൻ പറഞ്ഞു കൊടുക്കാനുള്ള അവസരം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ടനാടിയേക്കാൾ, അവന്റെ ജീവനാടിയേക്കാൾ, അവന്റെ ജീവന്റെ തുടിപ്പിനേക്കാൾ അവനോട് നാം അടുത്തു നിൽക്കുന്നു. കൃത്യമായ മറുപടിയാണത്. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നാം വിറകൊണ്ടു പോകും. അത്ര ഭദ്രമായ കൃത്യമായ താക്കീതുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മറുപടിയാണ് അതിലുള്ളതെന്ന് കാണാം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു പ്രയോഗമുണ്ട്, വഹുവ മഅക്കും ഐനമാ കുന്തും. വഹുവ മഅക്കും, അവൻ നിങ്ങളോടൊപ്പം, ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പം. അപ്പൊ നമുക്ക് അത് കേട്ട് ശീലമുള്ളൊരു വാക്കാണ്, അറിയാമല്ലോ. ഏതോ ഒരു മൊബൈൽ കമ്പനിക്കാരൻ്റെ പരസ്യവാചകമായിട്ട് ഇന്നത് മാറിയിരിക്കുന്നു. wherever you go, I am with you. തവക്കുലിന്റെ നമ്മുടെ മാനസികാവസ്ഥ മാറുകയാണ് അവിടെ. അള്ളാഹു പറയുന്നു, അവൻ എവിടെയായിരുന്നാലും, നിങ്ങൾ എവിടെയായിരുന്നാലും ഞാൻ നിങ്ങളോടൊപ്പം. പക്ഷെ ഇന്ന് നമ്മുടെ മനസ്സ് അങ്ങനെയല്ല സഞ്ചരിക്കുന്നത്. മൊബൈൽ എടുത്തോ ഇല്ലയോ, പടച്ചോനെ മൊബൈലില്ലാതെ ഒരു നിമിഷം ഇങ്ങനെ കഴിച്ചുകൂട്ടും. നമ്മുടെ തവക്കുലിന്റെ മാനദണ്ഡം മൊബൈലായി മാറിപ്പോകുന്നു, വിശ്വാസത്തിനപ്പുറത്ത്. ഇത് സംഭവിക്കുന്നൊരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ അതിനൊക്കെ അപ്പുറത്ത്, എല്ലാറ്റിലും ഉപരി സകലവും പടച്ച സകല കണ്ടുപിടുത്തങ്ങളുടെയും പരമബുദ്ധിയായ അള്ളാഹു ഉണ്ട്. വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പം എന്ന കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണ്ടേ? മക്കൾക്ക് ഇട്ടുകൊടുക്കാൻ കഴിയണ്ടേ? ആ ഒരു വികാരം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും വഴിതെറ്റി പോവില്ല. എവിടെയായാലും അള്ളാഹു ഉണ്ട്. മനുഷ്യൻ നിർമ്മിച്ച നമ്മുടെ കയ്യിലുള്ള ഈ ഉപകരണത്തെ നാം ഇന്ന് ഭയപ്പെടുന്നു. എവിടെയായിരുന്നാലും നാം ആ വലയത്തിനകത്താണ്. ഇങ്ങനെയാണല്ലോ, മൊബൈൽ ടവർ വഴി നാം എവിടെയായിരുന്നാലും നമ്മെ പിടിച്ചെടുക്കാൻ കഴിയും. നമ്മെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അതിനെ നാം ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. മെസ്സേജ് വിടുമ്പോൾ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. പക്ഷേ ഈ സകലതിനെയും പടച്ച റബ്ബുൽ ആലമീനായ തമ്പുരാനെയോ അവനെ നമ്മൾ മറന്നു പോവാണ്. ഒന്ന് വാതിലടച്ചാൽ ഞാൻ ഫ്രീ ആയി, അല്ലേ? ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല. അള്ളാഹു പറയുന്നു, രണ്ടുപേർ സ്വകാര്യം പറയുമ്പോൾ മൂന്നാമനായി അള്ളാഹു ഉണ്ട്. 3 പേർ സ്വകാര്യം പറയുമ്പോൾ 4-മനായി അള്ളാഹു ഉണ്ട്. 4 പേർ സ്വകാര്യം പറയുമ്പോൾ 5-മനായി അള്ളാഹു ഉണ്ട്. ഖുർആനിലെ ആയത്താണ്. ഇത്ര വിശദീകരിച്ച് പറയാൻ. നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതോട് ചേർത്ത് പറയുന്നു, ഇത്തഖില്ലാ ഹൈസുമാ കുന്ത. നീ അള്ളാഹുവിനെ സൂക്ഷിക്കോ എവിടെയായിരുന്നാലും. ഇതിന്റെ തന്നെ വിശദീകരണമാണത്. നീ എവിടെയായിരുന്നാലും അള്ളാഹുവെ സൂക്ഷിക്കോ. കാരണം വഹുവ മഅക്കും ഐനമാ കുന്തും. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പം. ഈ ഒരു വികാരം നമ്മുടെ മക്കളുടെ അകത്തേക്ക് എപ്പോഴാണോ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത്, അപ്പൊ അവിടെ പാൽക്കാരി പെൺകുട്ടിയും ഇടയ ബാലനും പുനർജനിക്കും. അല്ലാത്ത കാലത്തോളം നാം മക്കളിൽ നിന്ന് എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. മക്കൾ നമ്മിൽ നിന്നും അതേപോലെ ഒളിച്ചു കഴിയാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊബൈലിനെ മാത്രമേ ഭയപ്പെടാൻ പറ്റുള്ളൂ. റബ്ബുൽ ആലമീനായ തമ്പുരാനുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവില്ല. അതിനാൽ ആരംഭിക്കേണ്ടത് തീർച്ചയായും ഈ വിത്ത് മക്കളുടെ ഉള്ളിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ലുഖ്മാനിലൂടെ 16-ാമത്തെ സൂക്തത്തിൽ ലുഖ്മാനുൽ ഹക്കീം എന്ന ജ്ഞാനിയെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ ഉണർത്തുന്നത് ഇതേ കാര്യം തന്നെയാണ്. യാ ബുനയ്യ, പൊന്നാര മോനെ, പൊന്നു മോനെ. ആ വിളി തന്നെ ശ്രദ്ധിച്ചില്ലേ? ഇത് കൗൺസിലിങ്ങിന്റെ രീതിയാണ്. മക്കളെ ഒരിക്കലും ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ട് ഒന്നും നേടാനില്ല, അകന്നു പോകും. അതേസമയം കൂടെ നിർത്തിയിട്ട് വാത്സല്യപൂർവ്വം തഴുകിത്തലോടി വളരെ സൂക്ഷിച്ച് അവരെ കൈകാര്യം ചെയ്യാം. യാ ബുനയ്യ, പൊന്നാര മോനെ, മോളെ. ഇന്നഹ ഇൻ തക്കു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ഏതോ ഒരു കാര്യം, അത് ഇൻ തക്കു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ഹബ്ബ ഒരു ധാന്യമാണ്. പണ്ടൊക്കെ കടുകുമണിയോളം എന്ന് പറയുമായിരുന്നു. ഖർദൽ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഏറ്റവും ചെറിയ അംശം. ഒരു കടുകുമണിയുടെ മുകളിലുള്ള ചെറിയ പാട എന്ന് കരുതുക. ഇന്ന് അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. അതിനൊക്കെ അപ്പുറം അണു എന്ന് പറഞ്ഞാൽ മതി. അണു പോലും വിഭജനശേഷിയുള്ളതാണ്. ഇങ്ങനെയാണല്ലോ മഹാസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ അണുവിനേക്കാളും ചെറുത്. എത്ര നിസ്സാരമായതായിരുന്നാലും ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറ. അതൊരു പാറക്കെട്ടിന്റെ അകത്താണ്. ആർക്കും കണ്ടെടുക്കാൻ കഴിയാത്ത ഏതോ മലമടക്കിലെ ഒരു പാറക്കെട്ടിന്റെ അകത്താണതുള്ളത്. ഔഫി സമാവാത്ത്, അല്ലെങ്കിൽ ആകാശങ്ങളിൽ എവിടെയോ. ഔഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയോ. ആ കാര്യം, ഏത് കാര്യം ഏതാണെന്നറിയില്ല. ഏതോ ഒരു കാര്യം, ഒരുപക്ഷെ നിന്റെ ഫോണിലൂടെ കടന്നു പോകുന്ന ഏതോ ഒരു മെസ്സേജ് ആകാം, ഒരു അക്ഷരമാകാം, ഒരു ചിഹ്നമാകാം, ഒരു സൂചനയാകാം. എന്തോ അതെവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ, യത്തി ബിഹല്ലാഹ്, അല്ലാഹു തആല അതിനെ കൊണ്ടുവരും. അല്ലാഹു തആല അതിനെ തീർച്ചയായിട്ടും പിടിച്ചു കൊണ്ടുവരും. നാളെ മഹ്ശറിൽ നിന്റെ മുമ്പിൽ അത് ഹാജരാക്കപ്പെടും. പൊന്നാര മോനെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന്, ആ പകൽ വെളിച്ചത്തിൽ നിന്ന് ആർക്കാ മാറി നിൽക്കാൻ പറ്റും? സാധ്യമല്ല. ഈ വികാരമാണ്, ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ആ കോശമാണ്, അല്ലെങ്കിൽ ബീജമാണ്, ആ ചിപ്പാണ് മക്കളുടെ ഉള്ളിൽ ഒന്നാമതായിട്ട് നമുക്ക് പ്രവേശിപ്പിക്കാനുള്ളത്. ഇന്നല്ലാഹു ലത്തീഫുൻ ഖബീർ. അള്ളാഹു അതിസൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം മക്കളെ. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടെ കുടുംബ സംസ്കരണം സാധ്യമാകാൻ. അതിന് ഓരോ മാതാവും ഓരോ പിതാവും ഒന്നാമതായിട്ട് പ്രബോധകരായി മാറിയേ പറ്റും. അങ്ങനെ നമ്മുടെ മക്കളുടെ പുറമേയുള്ള, അവരെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും കൊത്തിയെടുത്തുകൊണ്ട് അവരെ യഥാർത്ഥ ശില്പങ്ങളാക്കിയിട്ട് അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ച പ്രകൃതി വിശുദ്ധിയുള്ള ശില്പങ്ങളാക്കി മാറ്റുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും
അവൻ നമ്മെ ഏൽപ്പിച്ച വിധം തന്നെ പൂർണ്ണ പ്രകൃതി വിശുദ്ധിയോടുകൂടി തിരിച്ചേൽപ്പിക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.